നമസ്കാരം. ഇന്ന് ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ ചെയ്യാതിരിക്കുമ്പോൾ. ഈ 2024 പിറന്നതിന് ശേഷം നമുക്ക് കല്യാണാവശ്യത്തിനായിട്ട് തന്ന ഒരു ബയോഡേറ്റ, അവർക്ക് 4 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കല്യാണം ശരിയായി. മാത്രമല്ല, ജൂൺ ജൂലൈയോട് കൂടിയിട്ട് എന്ന് നടക്കും എന്നുള്ള കാര്യങ്ങൾ തീരുമാനമാകും. അപ്പോൾ ഒരു കല്യാണം കൂടി സെറ്റായി. അത് വലിയൊരു സന്തോഷം. നമ്മൾ ചെയ്യുന്ന ജോലി അത് അതിൻ്റെ പരിപൂർണതയിലേക്ക് എത്തുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അത് എത്രത്തോളം പറഞ്ഞറിയിക്കാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു സന്തോഷം ഉള്ള ദിവസമാണ് ഇന്ന് കേട്ടോ. അതുപോലെ തന്നെ പലരും വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട്, ചേച്ചിയെ എനിക്ക് 10ാം ക്ലാസ്സേ പഠിപ്പുള്ളൂ എന്നുള്ള രീതിയിൽ ചോദിക്കും. അപ്പോൾ അവർക്ക് പെൺകുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പെൺകുട്ടികൾ വരുന്നുണ്ട്. നിങ്ങൾക്ക് 10ാം ക്ലാസ് ഉള്ളത് കൊണ്ട് ഇന്നത്തെ ജനറേഷനിലെ പെൺകുട്ടികൾ 10 അല്ലെങ്കിൽ +2 ആയിട്ടോ നിർത്തണത് എൻ്റെ അറിവിലില്ല. അവരിങ്ങനെ പഠിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെൺകുട്ടികൾ ഉള്ളിടത്തേക്കാണ് അന്വേഷിച്ച് ചെല്ലുക അല്ലേ. അപ്പോൾ അവർക്ക് താല്പര്യമാണെങ്കിൽ അവർ നമുക്ക് കല്യാണം കഴിച്ചു തരണം, അതല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഡിമാൻഡ് ഇല്ലാത്തവരുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. എൻ്റെ അറിവിൽ ഡിമാൻഡ് ഇല്ലാത്തത് ഈ ഭൂമിയിൽ ജനിക്കാത്ത മക്കൾക്കാണ്. ജനിച്ചവർക്കെല്ലാം അവരുടേതായ ഡിമാൻഡ് കാര്യങ്ങളുണ്ട്. മനസ്സിലായോ? അപ്പം ഇനി അങ്ങനെ ആരും ചോദിക്കരുത്, ഡിമാൻഡ് ഇല്ലാത്തവർ. അതേപോലെ 10ാം ക്ലാസ് ഉള്ളത് കൊണ്ട് അതേപോലത്തെ കുട്ടികൾ ഉണ്ടോ എന്നുള്ള ചോദ്യവും വേണ്ട. 1985 കാലഘട്ടത്തിലുള്ള ജനറേഷനിൽ വരുന്ന ലേഡീസിനൊക്കെയാണ് 10ാം ക്ലാസ്സൊക്കെ വെച്ചിട്ട് നിർത്തണതായിട്ട് എൻ്റെ ഒരു നിരീക്ഷണത്തിൽ ഞാൻ കണ്ടിരിക്കുന്നത്. അതിന് ശേഷം ഒക്കെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് തന്നെയായാലും രക്ഷിതാക്കളായാലും പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതും ഒരു വാസ്തവമാണ്. പിന്നെ ഡിമാൻഡ് ഇല്ലാത്ത കുട്ടികളുണ്ട് എന്ന് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തമായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു എന്താ പറയുക, തെറ്റായ ഒരു പ്രചാരണമായിരിക്കും. എൻ്റെ അറിവിൽ 13 വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഡിമാൻഡ് ഇല്ല എന്ന് പറയുന്നത് അത് ഒന്ന് ഇരുത്തി ചിന്തിക്കേണ്ട കേസുകളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വരാൻ ഒരു ചാൻസും ഇല്ല. മനസ്സിലായോ? അപ്പോൾ അവർക്ക് അവരുടേതായ ബാക്കിൽ പല നെഗറ്റീവ്സും ഉണ്ടെങ്കിൽ മാത്രമേ ഡിമാൻഡ് ഇല്ലാത്ത കേസുകളായിട്ട് വരാൻ സാധ്യതയുള്ളൂ. ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത് കേട്ടോ. ഹായ്. അതുപോലെ തന്നെ നമുക്ക് മുസ്ലിം കാസ്റ്റിൽ വരുന്ന ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. മുസ്ലിം കാസ്റ്റ്, ക്രിസ്ത്യൻ കാസ്റ്റ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നാള് നോക്കണ്ട, മുഹൂർത്തം നോക്കണ്ട, ഒരു ദോഷമില്ല, 1.5 ദോഷമില്ല, ശുദ്ധമില്ല, ഒന്നുമില്ല. വളരെ സുഖം. പോവുക, കാണുക, കല്യാണം കഴിക്കുക, പോരുക. എന്ത് സുഖമല്ലേ. നല്ല ഏർപ്പാട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടെങ്കിലേ ആർക്കെങ്കിലും കല്യാണം കഴിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ ബയോഡേറ്റ ഒന്ന് അയച്ചു തരിക. ഒരു വിളി, 10 പൈസ ചിലവില്ലല്ലോ. വാട്സപ്പ് ഉണ്ടാവുക, നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഉണ്ടാവുക, അത് അത്രയല്ലേ ആവശ്യമുള്ളൂ. അതെന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് ഡീറ്റെയിൽസ് അയയ്ക്കുക. ഓക്കേ. അതുപോലെ നമ്മൾ ഈ ഡീറ്റെയിൽസിലേക്ക് കിടക്കണം കേട്ടോ. ഡീറ്റെയിൽസ് ഞാൻ പറയാം. കുട്ടിയുടെ പേര് പറയണോ? വേണ്ട, പറയാല്ലേ. സുമയ്യ എന്നാണ്. അവർ ഡീറ്റെയിൽസ് വെളിപ്പെടുത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ സുമയ്യ എന്ന് പറയാണ്. അതുപോലെ ഏജ് 23 വയസ്സാണ്. ക്വാളിഫിക്കേഷൻ BCom കംപ്ലീറ്റഡ്, സാപ്പ് കോഴ്സ് കംപ്ലീറ്റഡ്, ജോബ് അക്കൗണ്ടൻ്റ് ആണ്. അതുപോലെ വർക്കിംഗ് ഇൻ എറണാകുളം, കൊടുങ്ങല്ലൂരാണ് സ്ഥലം വരുന്നത്. അപ്പം താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ വിളിക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കല്യാണം ഗംഭീരാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.